ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും താജുൽ ഉള്ളാർത്തങ്ങളും ധീരമായ മതനിലപാടുകൾ എടുത്തപ്പോൾ കാസിമി മൗലവി അവാന്തര വിഭാഗങ്ങളുമായി അവിഹിത പേഴ്ച നടത്തിയപ്പോൾ അതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഏതാനും സുന്നത്തിയമാറ്റിന്റെ പ്രവർത്തകന്മാര് അത് വിഷയം അവരുടെ സ്വതന്ത്രമായ ലേഖനങ്ങളിലും ആർട്ടിക്കലുകളിലും വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ ഇവർ ചോദിക്കുക, കാന്തപുരം ഉസ്താദ് ഉള്ളാർത്ത തങ്ങളിൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതാണോ കാസിമിയെ ചീത്ത പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്? പണ്ഡിത വേഷമണിഞ്ഞ് മതത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന നിങ്ങളെപ്പോലുള്ള കപടന്മാരെ ചോദ്യം ചെയ്തതാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാപട്യമല്ല ഉള്ളത് ചോദ്യം, അങ്ങനെ ഒന്നും ഉണ്ടെന്ന് സ്ഥാപിച്ച് അത് ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉള്ളതല്ലേ ചോദ്യം ചെയ്യാൻ പറ്റൂ. പക്ഷേ പണ്ഡിത വേഷം ധരിച്ച് കാപട്യം നടത്തിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. അതാരാ അറിയോ നിങ്ങൾക്ക്? 14 ദിവസം കൊണ്ട് മർക്കസിൽ നിന്ന് സനത് കിട്ടിയെന്ന് പറഞ്ഞ് തലപ്പാവ് കെട്ടിച്ച് വെള്ളക്കുപ്പായടിച്ച് ഒരുത്തനെ കൊണ്ടുനടന്നില്ലേ നിങ്ങൾ? മതത്തിന്റെ പേരിൽ തട്ടിപ്പിനെ കൊണ്ടുനടന്നില്ലേ? സുന്നി അഫ്കാരിൽ അത് നിങ്ങൾ താങ്ങിയില്ലേ? സുന്നി അഫ്കാരിന്റെ പേജുകളിൽ നിങ്ങൾ അതിനെ ന്യായീകരിച്ചില്ലേ? ദീപസ്തംഭം മഹാചര്യം 2 ആഴ്ച കൊണ്ട് സനത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഔദ്യോഗികമായ വാരികയിൽ നിങ്ങൾ ആ സക്കാഫിക്ക് ആ വ്യാജ സക്കാഫിക്ക് 14 ദിവസം കൊണ്ട് സനത് കിട്ടിയെന്ന് നിങ്ങൾ ന്യായീകരിച്ചെഴുതിയില്ലേ? മാത്രമല്ല നന്ദി ദാറുസ്സലാമിലെ സമ്മേളനത്തിൽ സമദ് പൂക്കോട്ടൂര് അതിനെ ന്യായീകരിച്ച് സംസാരിച്ചില്ലേ? വിവിധങ്ങളായ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ? സുന്നി അഫ്കാർ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ആ വ്യാജനെ ന്യായീകരിച്ച് മതത്തിന്റെ പേരിൽ നിങ്ങൾ സംഘടിതമായി നടത്തുന്ന തട്ടിപ്പിനെ ന്യായീകരിക്കാൻ നിങ്ങൾ നിരത്തിയ അച്ചുകൾ കണ്ടു. മതപരമായൊരു തട്ടിപ്പ്. ഉത്തരവാദപ്പെട്ട നന്ദി ദാറുസ്സലാമിന്റെ സമ്മേളനത്തിൽ ആ വ്യാജന്റെ കയ്യിലുണ്ടായിരുന്ന വ്യാജ സ്ഥലത്ത് പൊക്കിപ്പിടിച്ച് പൂക്കോട്ടൂരുകാരൻ സമദ് മൗലവി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ മാഷ് അതിനെ ന്യായീകരിച്ച് സംസാരിച്ചില്ലേ? അവസാനം ആ തട്ടിപ്പ് പ്രബുദ്ധ മലയാളിക്ക് മുമ്പിൽ തകർന്നടിഞ്ഞില്ലേ? മതത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് തട്ടിപ്പ് നടത്തി? ആധികാരികമായി തെളിവ് സഹിതം അത് ബോധപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ മതത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പ്, ആ തട്ടിപ്പിന് വേണ്ടി നിങ്ങൾ ബലിയാടാക്കിയ വ്യാജൻ, ആ വ്യാജനെതിരെ ആധികാരികമായി മർക്കസ് കേസ് കൊടുത്തു. മർക്കസിനെതിരെ ധനത്തിന്റെ ആരോപണം പറഞ്ഞു നടന്നപ്പോൾ ആധികാരികമായി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോ കുടുങ്ങി, താങ്ങാളോനെ പിന്നെ കണ്ടില്ല. അങ്ങനെ അദ്ദേഹം അവസാനം എന്ത് ചെയ്തു? ഖമറുലമാ കാന്തപുരം ഉസ്താദിന്റെ സംവിധാനത്തിൽ വന്ന് കാന്തപുരം ഉസ്താദിനോട് മാപ്പ് ചോദിക്കാൻ മർക്കസിലെത്തി. എത്തിയില്ലേ? ഇനി മാപ്പ് ചോദിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്തിനാ അയാൾ മർക്കസിൽ വന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാണാം AP ഉസ്താദിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ AP ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പിന്നെ അദ്ദേഹം അയാളുടെ കൈ മുഖത്ത് വെച്ച് ചുംബിക്കുകയാ. നിങ്ങൾക്ക് അതങ്ങനെയാണല്ലോ. ഏത് കുറ്റം പറയുന്ന ആൾക്കാരും ഉസ്താദിനെ മുന്നിൽ കണ്ട അറിയാതെ കന്തി കൊണ്ടുവല്ലോ, അറിയാതെ ബഹുമാനിക്കുമല്ലോ, അറിയാതെ കൈമുറ്റുമല്ലോ. അങ്ങനെ തൽക്കാലം കുലുമാനും കേസൊന്നും രക്ഷപ്പെടാൻ ആരും തന്നെ സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോ തടി സലാമത്താക്കാൻ വന്നതാ. അങ്ങനെ വന്ന് ഉസ്താദിന്റെ മുമ്പിലെത്തി കൈമ തൊട്ടിട്ട് പിന്നെ മുസാഫത്ത് ചെയ്തിട്ട് ആ കൈ ഇയാൾ ചുംബിക്കാം. അതുവരെ എനിക്ക് കാണാം. ഇബ്രാഹിം ദാരിമി നന്ദിയിൽ ജീവിക്കുന്ന കാലം തന്റെ സഹപാഠിയുടെ ബുഖാരിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ അബൂബക്കർ സഖാഫിയുടെ സർട്ടിഫിക്കറ്റ് മോഷണം നടത്തിയായിരുന്നു ഈ വേലയൊപ്പിച്ചത്. എന്നാൽ എല്ലാ കുതന്ത്രങ്ങളും പൊളിഞ്ഞു. തന്നെ പൊക്കിപ്പിടിച്ചു നടന്നിരുന്ന നേതാക്കളും കൂട്ടുകാരും ദാരിമിയെ കൈയൊഴിഞ്ഞു. കാര്യങ്ങൾ മുഴുവൻ അപകടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം ദാരിമി അവസാനം ഗത്യന്തരമില്ലാതെ മാപ്പപേക്ഷയുമായി മർക്കസിലെത്തി. ഉസ്താദിന്റെ കൈ മുസാഫ ചെയ്തിട്ട് ആ സാധു കൈ ചുംബിക്ക.
ഇത് ഒരു കക്ഷിത്വത്തിന് വേണ്ടിയോ സംഘടനാ സംഘത്തിന് വേണ്ടിയോ പറയുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിഷയം നമ്മൾ മനസ്സിലാക്കണം. ആക്ഷേപിക്കാനോ നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും അജണ്ട ഇതല്ല. ഇത്തരമൊരു അജണ്ടയിലേക്ക് ഈ സംഘടനയെ കൊണ്ടുപോകാറുമില്ല. SSFന്റെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ യൂണിറ്റ് തലങ്ങളിൽ മെമ്പർഷിപ്പ് വർക്ക് നടത്തി യൂണിറ്റ് കമ്മിറ്റികൾ, സെക്ടർ കമ്മിറ്റികൾ, ഡിവിഷൻ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞ് ഈ അടുത്ത ദിവസം മഞ്ചേശ്വരത്ത് വെച്ച് പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. അങ്ങനെ വ്യവസ്ഥാപിതമായി സമൂഹത്തെ ധാർമ്മികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സമുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ അക്ഷരങ്ങളുടെയും അഗതികളുടെയും സമ്മതിരക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട കമ്മലിലമാർ കാന്തപുരമസാദിന്റെ ജീവിതത്തിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തന്റെ കരുത്ത് പിടിച്ച 24 മണിക്കൂറും സമുദായത്തിന് വേണ്ടി ഓടുമ്പോൾ രാജ്യത്തിന്റെ കവലകളിൽ സമുദായം തീർക്കം വലിച്ചിറങ്ങുന്നത് തന്റെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ആ പണ്ഡിതന്റെ മനസ്സ് പറയുന്നത് ഈ സമുദായത്തിന്റെ വിവിധതരം പ്രശ്നങ്ങളിലേക്ക് അറിയേലികൾക്ക് കഴിഞ്ഞ മർക്കത്തിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കാന്തപുരമസാദ് പറഞ്ഞു, ഈ സമുദായത്തിൽ ഒരുപാട് വിധതകളുണ്ട്. ഗർഭിണിയായിരിക്കെ ഭർത്താവ് മരണപ്പെട്ടവരുടെ മക്കൾ പ്രസവിച്ചവർക്ക് തന്റെ ശൈശവപ്രായമുള്ള കുഞ്ഞുമോനെ മാരത്തോട്ട് പിടിച്ച് കുടുംബക്കാരും അയൽവക്കക്കാരും യാത്ര പറഞ്ഞു എങ്കിലിരിക്കുന്ന കാലയളവിൽ ചോദിച്ചുപോലും പറയാൻ കഴിയാതെ ആ ശൈശവപ്രായമുള്ള കുഞ്ഞുമോനെ കയ്യിലെടുത്ത് കണ്ണുനീരൊലിപ്പിക്കുന്ന വിധവകൾ. സഹോദരന്മാരെ, അത് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുണ്ടാവാറുണ്ട്, അയൽവക്കത്തുണ്ടാവാറുണ്ട്, സമൂഹത്തിലുണ്ടാവാറുണ്ട്. പക്ഷേ ആ പണ്ഡിതന്റെ തിരക്കുപിടിച്ച ജീവിതങ്ങളിൽ തന്റെ വാഹനങ്ങളുടെ യാത്രകളിൽ ആ പണ്ഡിതന്റെ മനസ്സത് കണ്ടെത്തുകയാൽ കഴിഞ്ഞ മർക്കത്തിന്റെ സമ്മേളനത്തിൽ ആ പണ്ഡിതൻ പ്രഖ്യാപിച്ചു, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെ ശൈശവപ്രായമുള്ള ഒരു കുഞ്ഞിനെ തലോടി ഒരു വിധവ കണ്ണുനീരൊലിക്കുന്നുണ്ടെങ്കിൽ ആ വിധവ പറയാൻ പാടില്ല, ആ വിധവ സങ്കടപ്പെടാൻ പാടില്ല. ആ കുഞ്ഞിനെ ആ ഉള്ളക്ക് മുലയൂട്ടുവാൻ, ആ ഉള്ളക്ക് ഉണ്ടാകുവാനുള്ള ഭക്ഷണം മുതൽ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനും ആ കുഞ്ഞിന് വസ്ത്രം കൊടുക്കാനുമുള്ള സാമ്പത്തികമായ ചെലവ് 12 വയസ്സ് വരെ ആ കുഞ്ഞുമോനെ തന്റെ മദീനയിൽ വളർത്തുവാനുള്ള എല്ലാവിധ സാമ്പത്തിക സഹായവും മർക്കസ് ചെയ്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച് ഈ മർക്കസ് സമ്മേളനത്തോടുകൂടെ 1000 ശിശുക്കളെ ദത്തെടുക്കാൻ മർക്കസ് തീരുമാനിക്കുകയാണ്. ഈ നിലക്ക് സമുദായത്തിന്റെ കർമ്മരയിലെത്തുന്നത് രാജ്യത്തെ വിധവകളുടെ കണ്ണുനീരപ്പാൻ, അഗതികളുടെ കണ്ണുനീരപ്പാൻ, അനാഥകളുടെ താനിയാവുക എന്നത് ഈ സമുദായത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനമാണ്, യഥാർത്ഥമായ മാതൃകയാണ്. ആ മാതൃകയാണ് കാന്തപുരമസാദിന്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ പ്രവർത്തന ഗോതയിലേക്ക് കല്ലുകളും കരിങ്കൽ ചീലുകളും ചൂരമ്പുകളും ആരോപണങ്ങളും കടന്നു വന്നപ്പോൾ ആ പണ്ഡിതന്റെ മനസ്സിൽ സമാധാനത്തിന്റെ സന്ദേശമായി വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിലെ യുവതികളെ തിരുവാനി ആദ്യമായി ജിബ്രീലിനെ കണ്ട് വൈവിധ്യരായി വീട്ടിലെത്തുമ്പോൾ തന്റെ ഖദീജ ബീവിയാകുന്ന പത്നിയോട് പ്രവാചകൻ പറഞ്ഞത്, ഓ ഖദീജ ബീവി, എനിക്ക് പുതപ്പ് തരൂ, ഞാനെന്നെ പുതപ്പ് മൂടി കടക്കട്ടെ, വലിയ വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹദിയായ ഖദീജ പറഞ്ഞ മറുപടി, അല്ലയോ പ്രവാചകരെ, അല്ലയോ അല്ലെന്തിനാണ് ഭയപ്പെടുന്നത്? അല്ലാഹു നിങ്ങൾക്ക് അങ്ങനെ കൈവരികയില്ല, അല്ലാഹു നിങ്ങളെ കൈവരിക്കുകയില്ല. കാരണം അങ്ങ് വിഷമിക്കുന്നവന്റെ വിഷമം അകറ്റുന്നവരെ, കരയുന്നവന്റെ കർമ്മനീരപ്പെടുന്നവരുമാണെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ ആശിപ്പിച്ച സമീപത്ത് അന്നാ പറഞ്ഞ പ്രഖ്യാപനമാണ്. ആ പ്രവാചകന്റെ പിൻഗാമികളായി സമുദായത്തിൽ പ്രബോധന ദൗത്യവുമായി കടന്നു പോകുന്ന ആ പണ്ഡിതനോധിഷത്തിന്റെ മുമ്പിലേക്ക് ആരോപണങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും വന്നപ്പോൾ സമുദായത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സഹായമായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിഷ്കളങ്കമായി വിഷയങ്ങൾ ബോധ്യപ്പെടുക, ഇതൊരു അജണ്ടയായി സ്വീകരിക്കാതെ ഈ തർക്കം സമുദായത്തിൽ നിന്ന് അന്യം നിൽക്കണം. സംശയമില്ലെന്ന് ചിന്തിച്ചത് സമാദരണീയനായി സാമുദായിക നേതാക്കളെ ചിന്തിക്കുന്നതാണ്. ഇനിയും കേരളത്തിൽ ആ കലാപം നടക്കാൻ പാടില്ല. ആദർശപ്പൊരുത്തമുള്ള ആനുകൂല്യങ്ങളെ സാധാർത്ഥിക്കളെ നിർമ്മിക്കട്ടെ. അർഹമർ റഹ്മാനായ തമ്പുരാൻ ആ ഒരു നല്ല പ്രഭാതങ്ങളുടെ ഈ സമുദായത്തെ അനുഗ്രഹിക്കും.